ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ ചരിത്രമാകാൻ പോകുന്ന ഒരു ഡയറി ഫാം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 3000 പശുക്കളുമായി തുടക്കം കുറിക്കുന്ന കമ്പനിയുടെ ഫാം കർണാടകയിലെ ഗുണ്ടിൽപേട്ടിലും 2 ലക്ഷം ലിറ്റർ പാൽ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റ് വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള കുളവള്ളിയിലും ഉദ്ഘാടനത്തിന് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. പാല് വിതരണത്തിനും മറ്റുമായി ശീതീകരിച്ച എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള 23ഓളം ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കമ്പനിയിൽ എത്തിക്കഴിഞ്ഞു. പാൽ വ്യവസായം ഏറ്റവും വലിയ ലാഭം നൽകുന്ന ഒരു ബിസിനസ്സാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. 4 വർഷത്തോളം കമ്പനി നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈറ്റ് മിൽക്ക് കമ്പനി കേരളത്തിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. 3000 പശുക്കളുമായി തുടക്കം കുറിക്കുന്ന കമ്പനി 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ 9000 പശുക്കളുടെ വളർച്ച കൈവരിച്ചിരിക്കും. 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ കറവയുള്ള 24,000 പശുക്കളും 39,000 പശുക്കുട്ടികളും കമ്പനിയിലുണ്ടാകും. കേരളത്തിൽ നിലവിൽ ശുദ്ധമായ പാലിൻ്റെ ലഭ്യത കുറവായതുകൊണ്ടും പശുവിൻ പാലാണെന്ന് വിശ്വസിച്ച് കുടിക്കാൻ കഴിയുന്ന പാലിൻ്റെ ലഭ്യത കുറവാണ് എന്നതുകൊണ്ടും വൈറ്റ് മിൽക്ക് കമ്പനിയുടെ ബിസിനസ് സാധ്യത വളരെ കൂടുതലാണ്. പാലും പാലുൽപ്പന്നങ്ങളും ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷ്യവസ്തുവാണ്. മാത്രമല്ല, ഡയറി ഫാം ബിസിനസ് ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ്സുകളിൽ ഒന്നാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് ഹെയിംസ് വെഞ്ചേഴ്സ് അഥവാ വൈറ്റ് മിൽക്ക് കമ്പനിയുടെ ചെയർമാൻ. മലബാറിലെ പ്രസിദ്ധ വ്യവസായ ഗ്രൂപ്പായ അണ്ടാട്ടിയസ് ഗ്രൂപ്പ് സാരഥികളായ ഇബ്രാഹിം കുട്ടി കോഴിക്കോടൻ വൈസ് ചെയർമാനും AR മുഹമ്മദ് സബിൻസ് മാനേജിംഗ് ഡയറക്ടറുമാണ്. കൂടാതെ മാർക്കറ്റിൻ്റെ മർമ്മവും ബിസിനസ്സിൻ്റെ തന്ത്രവും അറിയുന്ന 20ഓളം ഡയറക്ടർമാരുടെ കൂട്ടായ്മയാണ് കമ്പനിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ചുരുക്കത്തിൽ പാൽ ഉൽപ്പന്നങ്ങൾ, ഫാം ടൂറിസം, പശുക്കളുടെ വിൽപ്പന, ഓർഗാനിക് വളം ഉൾപ്പെടെ കോടികളുടെ വിറ്റുവരവും ലാഭവുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. തുടക്കത്തിൽ ഏതാണ്ട് 650ഓളം ആളുകൾക്ക് തൊഴിൽ സാധ്യതയുണ്ട്. കമ്പനിയിൽ പാർട്ണറാകാൻ താൽപ്പര്യമുള്ളവർക്ക് കമ്പനി സാരഥികളുമായി ബന്ധപ്പെടാവുന്നതാണ്.